പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 15-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം, അതിശയമായി നടത്തുന്നതിന് സ്തോത്രം. ആമേൻ. അത്ഭുതം മന്ത്രിയായവൻ ഞങ്ങളുടെ കൂടെയുള്ളവന് സ്തോത്രം. വീരനാം ദൈവം ഞങ്ങളുടെ കൂടെയുള്ളവന് സ്തോത്രം. അവൻ മനസ്സിലുള്ള നല്ല സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കൂടെയുള്ളതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ. അങ്ങ് നല്ലവനും വല്ലഭനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അപ്പം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അപ്പം ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദി പറയുന്നു. അതേ കർത്താവേ, 44-ാം സങ്കീർത്തനം പറയുന്നു, ദൈവമേ പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ കർത്താവ് ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. അതേ കർത്താവേ, പഴയ നിയമത്തിൽ പ്രവർത്തിച്ചതിലും വലുതായി, ആദിമസഭയിൽ പ്രവർത്തിച്ചതിലും വലുതായ ചില പ്രവൃത്തികൾ ഇന്നത്തെ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സഭയിൽ സംഭവിക്കട്ടെ. ആമേൻ. പഴയ നിയമത്തിൽ ചെയ്തതിലും വലിയ പ്രവൃത്തികൾ, ആദിമസഭയിൽ ചെയ്തതിലും വലിയ പ്രവൃത്തികൾ ഇന്നത്തെ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭയിൽ സാധാരണമായി സംഭവിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു 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 സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥരായിരിക്കട്ടെ, അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ, അവരുടെ മേൽ ദൈവിക കൃപ വ്യാപരിക്കട്ടെ. ശത്രുവിൻ്റെ സകല പ്ലാനുകളും അവരുടെ ജീവിതത്തിൽ നിർജീവമായി പോകട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിൻ്റെ കുഞ്ഞുങ്ങൾ നിറയട്ടെ. എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ തോൽവികളുടെ ചിന്തകളും മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. ആത്മാവിൻ്റെ ശക്തിയിൽ മുന്നേറുവാൻ തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അനേകർക്ക് നിന്റെ മക്കളുടെ ബ്ലെസ്സിങ് ആയി തീരട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ പൈൽസ് രോഗങ്ങളും ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യമാകട്ടെ, അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യമാകട്ടെ. യെസ്, ആ ഞരമ്പുകളെല്ലാം നേരെയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിച്ച് നിവർക്കുന്നത് പോലെ ആ ഞരമ്പുകൾ ഇപ്പോൾ നിവർന്നു വരട്ടെ, ഞരമ്പുകൾ ഇപ്പോൾ നിവർന്നു വരട്ടെ. ശമൻ. നെഞ്ചിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന രോഗങ്ങൾ, ലങ്സിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കും. എല്ലാ ഫ്ലൂയിഡ് അക്യുമുലേഷനും, ശരീരത്തിലുള്ള എല്ലാ ഫ്ലൂയിഡ് അക്യുമുലേഷനും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടന്നിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ വിടുവിക്കണമേ. കർത്താവെ, ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആരാധനയിൽ ദൈവിക ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യണമേ. അസാധാരണമായ മഹത്വം മിഡിൽ ഈസ്റ്റിൽ നിന്ന് വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഉണർവിൻ്റെ കാറ്റ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വീശുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ സഭാരാധനയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മഹത്തരമായി തീരട്ടെ, അസാധാരണമായി തീരട്ടെ, ശ്രേഷ്ഠകരമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് പ്രഭാതത്തിൽ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭാ ആരാധന ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ വേണം അതിൽ പങ്കെടുക്കുവാൻ. ആരും അത് മിസ് ചെയ്യരുത് കേട്ടോ. അത്ഭുതകരമായ ശുശ്രൂഷകൾ ഇന്ന് വെളിപ്പെടും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മൾ ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ
20-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് യേശു അരുളി ചെയ്തു. യേശു പറയുക, ഞാൻ നിങ്ങളോടുകൂടെ ലോകാവസാനത്തോളം എല്ലാ നാളും ഉണ്ട്. ഇന്ന് പ്രഭാതത്തിൽ അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. യേശു എല്ലാ നാളും നമ്മുടെ കൂടെയുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ധൈര്യം പകരുന്നൊരു വാക്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ധൈര്യം പകരുന്ന കർത്താവിൻ്റെ ഒരു വചനമാണ്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എന്നുവരെ ഭൂമിയിൽ ജീവിക്കുന്നു അന്നുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഭൂമിയിലുണ്ടായിരിക്കും. ഹല്ലേലൂയ, ആമേൻ. നമുക്കറിയാം ഈ ലോകം അനിശ്ചിതത്വത്തിലാണ് പോകുന്നത്. സാമ്പത്തിക അനിശ്ചിതത്വം, ആരോഗ്യ അനിശ്ചിതത്വം, അങ്ങനെ പല വിധത്തിലുള്ള അനിശ്ചിതത്വങ്ങളുടെ നടുവിലാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഉണ്ടാകും. വെള്ളത്തെ വീഞ്ഞാക്കിയവൻ, ആമേൻ, അപ്പത്തെ വർദ്ധിപ്പിച്ചവൻ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവൻ, കുരുടന് കാഴ്ച കൊടുത്തവൻ, കർത്താവ് നമ്മളോട് പറയുന്നു, എല്ലാ കാലത്തും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വലിപ്പമോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വാഹനത്തിൻ്റെ വലിപ്പമോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ബന്ധുക്കാരുടെ വലിപ്പമോ അല്ല. നമ്മുടെ വലിപ്പമെന്ന് പറയുന്നത്, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ, നമ്മുടെ കൂടെ അന്ത്യം വരെ നിൽക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ തളർന്നു പോകേണ്ട ആവശ്യമില്ല. കാരണം യേശു നമ്മുടെ കൂടെ എല്ലാ നാളുമുണ്ട്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അവൻ പത്രോസ് വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുന്നു. ഓർത്ത് നോക്കിക്കേ, അവൻ പത്രോസ് വെള്ളത്തെ നോക്കാതെ, വെള്ളത്തിൻ്റെ മുകളിലൂടെ, തിരമാലയെ നോക്കാതെ, കാറ്റിനെ നോക്കാതെ, വെള്ളത്തിൻ്റെ മുകളിലൂടെ ഭയരഹിതനായി നടക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, അതെ, അതുപോലെ നമ്മളും ഈ ലോകത്തിൽ ഒന്നിനെയും നോക്കാതെ, അവൻ ലോകത്തിൽ കാറ്റടിച്ചെന്നിരിക്കും, വെള്ളം പൊങ്ങിയെന്നിരിക്കും, പ്രതിസന്ധികൾ ഉണ്ടായെന്നിരിക്കും, പക്ഷെ അതിനെയൊന്നും നോക്കാതെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശുവിനെ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ യേശുവിനെ നോക്കി നടക്കുക. ആ യേശുവിനെ മാത്രം നോക്കുക. സാഹചര്യങ്ങളെ നോക്കരുത്, ആമേൻ, അവസ്ഥകളെ നോക്കല്ലേ, രോഗലക്ഷണങ്ങളെ നോക്കല്ലേ, ഇതൊന്നും നോക്കാതെ കർത്താവിലേക്ക് മാത്രം നോക്കി നടക്കാമെങ്കിൽ തളരാതെ, ഭയപ്പെടാതെ മുന്നേറുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തെ മുറുകെ പിടിക്കുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. എന്ത് ചെയ്യണം? അവർ രാവിലെ എഴുന്നേൽക്കും പറയും, യേശു എൻ്റെ കൂടെയുണ്ട്. ആമേൻ. 2, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോക്കസ്, പത്രോസിൻ്റെ ഫോക്കസ് യേശുവിലായിരുന്നപ്പോൾ പത്രോസിന് ധൈര്യമുണ്ടായിരുന്നു. എന്നാൽ ഫോക്കസ് എപ്പോൾ ആമേൻ കാറ്റിലേക്ക് മാറിയപ്പോൾ, കടലിലേക്ക് മാറിയപ്പോൾ പത്രോസിന് എന്ത് സംഭവിച്ചു? പത്രോസിൻ്റെ ഫോക്കസ് മാറിപ്പോയി. ഫോക്കസ് മാറിപ്പോയപ്പോൾ പത്രോസ് ഭയപ്പെട്ടു പോയി. നമ്മുടെ ഫോക്കസ് മാറിപ്പോകല്ലേ ഈ ലോകത്തിൽ, അല്ലെങ്കിൽ അവരും ഇവരും പറയുന്നതിലേക്ക് നമ്മുടെ ഫോക്കസ് പോകാതെ ദൈവത്തിലേക്ക് മാത്രം നമ്മുടെ ഫോക്കസ് നോക്കുക. ആമേൻ. എന്നിട്ട് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ ആമേൻ എടുക്കുക. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക. വിശ്വാസത്തോടെ കാലുകൾ എടുത്തു വെക്കുക. ആമേൻ. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. വചനം തന്നെ വിശ്വസിക്കുക. വചനം തന്നെ പറയുക. എന്നോട് ചേർന്ന് പറഞ്ഞ്, ഇന്നു മുതൽ ഞാൻ ഭയപ്പെടത്തില്ല, ഇന്നു മുതൽ ഞാൻ നിരാശപ്പെടത്തില്ല, ഇന്നു മുതൽ ഞാൻ തളർന്നു പോകത്തില്ല. കാരണം യേശു എൻ്റെ കൂടെയുണ്ട്. കരമുയർത്തി പറ, യേശു എൻ്റെ കൂടെയുണ്ട്. ഒരിക്കലൂടെ പറഞ്ഞ്, യേശു എൻ്റെ കൂടെയുണ്ട്. ധൈര്യത്തോടെ പറഞ്ഞ്, യേശു എൻ്റെ കൂടെയുണ്ട്. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാ ഭയങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും ഇപ്പോൾ മാറിപ്പോകട്ടെ, എല്ലാ തളർച്ചകളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൂടെ അയച്ചു കൊടുക്കുക. അവരും ഭയത്തിനകത്തുനിന്നും, നിരാശയ്ക്കകത്തുനിന്നും, തളർച്ചയ്ക്കകത്തുനിന്നും പുറത്തു വരട്ടെ. കരങ്ങളെ ഉയർത്തി ഡിക്ലെയർ ചെയ്താട്ടെ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് highly favored. God bless you. God bless you. God bless you.